അച്ഛൻ എനിക്ക് റോബോട്ട് മേടിച്ചു തരുന്നില്ല. നിന്റെ അച്ഛനൊരു സയന്റിസ്റ്റ് ഒന്നും അല്ല നിനക്ക് റോബോട്ടിനെ ഉണ്ടാക്കി തരാൻ. നീ വേറെന്തെങ്കിലും ചോദിക്കടാ മോനെ. റോബോട്ട് ഒഴികെ എന്ത് വേണമെങ്കിലും ചോദിച്ചോ. റോബോട്ടിനെ വേണോ? റോബോട്ട്, പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയ റോബോട്ട്. അച്ഛാ ആരോ റോബോട്ടിനെ വിൽക്കുന്നു. റോബോട്ടിനെ വേണോ? റോബോട്ട്, പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയ റോബോട്ട്, വീട്ടിലെ പാഴ്വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ റോബോട്ട്. അങ്കിൾ എനിക്കൊരു റോബോട്ടിനെ വേണം. അതിനെന്താ മോനെ, തരാമല്ലോ. ഞാനിതെന്താ ഇങ്ങനെ കൊണ്ടുവന്ന് റോബോട്ടിനെ വിൽക്കുന്നത്? ഒതളങ്ങ വിൽക്കുന്നത് പോലെയാണല്ലോ റോബോട്ടിനെ വിൽക്കുന്നത്. എടോ മണ്ടച്ചാരെ, ഇത് 21ാം നൂറ്റാണ്ടാണ്. താൻ ഏത് യുഗത്തിലെ കാര്യമായി പറയുന്നത്? തന്റെ മോന് റോബോട്ടിനോടുള്ള താല്പര്യം കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് എന്റെ വകയായിട്ട് ഞാനിത് നിനക്ക് ഫ്രീ ആയിട്ട് തരുന്നു. അതെ, ഫ്രീ ഗിഫ്റ്റ്. നിന്നെ പോലുള്ള മിടുക്കന്മാരായ കുട്ടികളെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ വലുതാകുമ്പോൾ സയന്റിസ്റ്റുകളാകുമല്ലോ. വാ മോനെ, ഇതെങ്ങനെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. എന്റെ ഡോങ്കി സെൻസ് പറയുന്നത് ഇവിടെ എന്തോ അപകടം ഉണ്ടെന്നാ. ആ താടിക്കാരനാളത്ര ശരിയല്ല. നേരെ ചെന്ന് അയാൾക്ക് നൈസായിട്ട് ഒരു തൊഴി കൊടുത്ത് നോക്കാം. ഇയാളെ കാണാൻ ടിംബക്ടൂനെ പോലെ ഉണ്ടല്ലോ. ഒരു തൊഴിയൂടെ കൊടുത്ത് നോക്കാം. അയ്യോ രക്ഷിക്കണേ, ഈ കഴുത എന്തിനാ എന്റെ പുറകെ ഓടി വരുന്നത്? രക്ഷിക്കണേ. ഇതാണ് സെന്റ് മേരി സ്റ്റുഡൻസിന്റെ റോബോട്ട്. അടുത്തതായി ആര്യശിക്ഷ മന്ദിർ സ്കൂളിലെ റോബോട്ട് വരുന്നതാണ്. അടിപൊളി, നല്ല കിടലൻ ചായ കേട്ടോ. ഫ്രണ്ട്സ്, അടുത്തതായി വരുന്നു ഇന്റർനാഷണൽ സ്കൂളിലെ സ്റ്റുഡന്റ് റോക്കിയുടെ റോബോട്ട്. ഞാനിതാ വെല്ലുവിളിക്കുന്നു. ഏതെങ്കിലും ഒരു റോബോട്ടിന് എന്റെ റോബോട്ടിനെ ബൈക്ക് റേസിൽ തോൽപ്പിക്കാൻ കഴിയുമോ? എന്റെ കയ്യില് 2 ബൈക്കുണ്ട്. ഒന്നില്ലെങ്കിൽ എന്റെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യേ, അല്ലെങ്കിൽ തോൽവി സമ്മതിക്ക്. എന്നിട്ട് എന്റെ റോബോട്ടിന് തന്നെ ഫസ്റ്റ് പ്രൈസ് കൊടുക്ക. ആരെങ്കിലും രക്ഷിക്കണേ. ഹെൽപ്പ്, ഹെൽപ്പ്, ഹെൽപ്പ്. രക്ഷിക്കണേ. എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത്? ഞാൻ മാനൊന്നുമല്ല, ഞാനൊരു കഴുതയാ. കഴുതയെ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡൈനോസേഴ്സ് നിങ്ങളെ കളിയാക്കും. എന്നെ ഒന്ന് വെറുതെ വിട്, ഒന്ന് പോയി ഇവിടുന്ന്. ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഓ മൈ ഗോഡ്, എത്ര വലിയ ഡൈനോസോഴ്സാ. ഞാൻ വീട്ടിൽ പോയി ഒളിച്ചിരിക്കട്ടെ. ഇവിടെ എങ്ങാനും നിന്നാ ഇതുങ്ങളെല്ലാം എന്നെ പിടിച്ച് തിന്നു കളയും. എവിടെ പോയി? നീ എന്തിനാ വെറുതെ ഇവിടെ നിന്നിങ്ങനെ വിറയ്ക്കുന്നത്? ഞാൻ ഈ കഴുതുകളെ ഒന്നും കഴിക്കാറില്ലടേ. അയ്യേ, എപ്പ കഴിച്ചാൽ അതൊക്കെ തിരിച്ചിങ്ങ് വരും. ഇതെനിക്ക് അപമാനമാണ്, എനിക്ക് ഇൻസൾട്ട് ആണ്. എന്നെ കഴിക്കാതിരിക്കാനും മാത്രം എന്തു കുറവാണോ എനിക്കുള്ളത്? ഈ അപമാനത്തിന് പ്രതികാരം ചെയ്യും. എന്നെ ഇത്ര അപമാനിച്ചതിന് ശേഷം എനിക്ക് ഓടാൻ കഴിയില്ല. കഴുതകളെ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇയാൾക്ക് തിരിച്ചു വരും അത്രേ. താൻ എന്താ ഉദ്ദേശിച്ചത്? എന്നോട് വെറുതെ ദേഷ്യപ്പെടല്ലേ. നീ ഇത്ര ഇമോഷണൽ ആവുമെന്ന് എനിക്ക് അറിയത്തേയില്ലായിരുന്നല്ലോ. എന്താ ചെയ്യാ, മറ്റുള്ളവരുടെ ദുഃഖം കാണാൻ എനിക്കാവില്ല മകനെ. ശരി, നീ ഇങ്ങ് വാ, നിന്നെ ഞാൻ ഇപ്പൊ തന്നെ കഴിച്ചോളാം. അയ്യോ, സോറി സോറി സോറി, ചെറുതായിട്ടൊന്ന് ആവേശം കൂടി പോയതാ. സോറി.
പയ്യൻ നമ്മുടെ ഇരകളെ തട്ടിയെടുത്തു. നമുക്കെന്നാ ഇവനെ തന്നെ ഇരയാക്കാം. അവര് പ്ലാൻ ചെയ്ത് എന്റെ നേരെയാണല്ലോ വരുന്നേ. ഇവരെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ട്രാപ്പ് ചെയ്തേ പറ്റൂ. ഇംലി, ബണ്ടി അവന്റെ വേട്ടക്കാരൻ അങ്കിളും കൂടി നമ്മുടെ പീകോക്കിനെ പിടിക്കാൻ വന്നിരിക്കാ. വരൂ, നമുക്ക് ഇവനെയും കൂട്ടി അകത്തേക്ക് പോവാം. മയിലിനെ എന്തിനാ അകത്തേക്ക് കൊണ്ടുപോകുന്നത്? ഇത് നമ്മളുടെ ടെറസല്ലേ. ഇങ്ങോട്ട് വരുന്നവരെ തിരിച്ചു പറഞ്ഞു വിട്ടാ പോരെ. നീ എന്താ ചുൾപ്പിളി ചെയ്യുന്നേ? അവര് താഴ്വീടാൻ പരിക്ക് പറ്റും. ഇനി മയില് രക്ഷപ്പെടുന്നത് ഞാനിന്ന് കാണട്ടെ. ഇന്നിതിനെ പിടിച്ചില്ലെങ്കിൽ എന്റെ പേര് ശിക്കാരി അങ്കിൾ എന്നല്ല. വീർ, വീർ, ഹേയ്, വീർ, ഇംലി, ചുൾബുൾ, രക്ഷിക്കണേ. വീർ, വീർ, Wing suit on. വിങ് സ്യൂട്ട് ഓൺ. X-ray vision on. എക്സ്റേ വിഷൻ ഓൺ. വീർ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒരു വിവരവും കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം. ഉറപ്പായും ഇത് ബണ്ടിയുടെ അങ്കിളുടെ പണിയായിരിക്കും. ആ അങ്കിളുടെ ഫാം ഹൗസ് പുറത്തെവിടെയോ ആണ്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക്, ഞാൻ നോക്കിട്ട് വരാം. അങ്കിൾ, ഇത് എത്ര പറഞ്ഞിട്ടും ഡാൻസ് ചെയ്യുന്നില്ലല്ലോ. അത് ഡാൻസ് കളിക്കും, തീർച്ചയായിട്ടും കളിക്കും. അതിന് മഴ പെയ്താൽ മാത്രം മതി. മഴ ഞാൻ പെയ്പ്പിക്കാമല്ലോ. അതിനെ വിട്ടേക്കൂ. ഇങ്ങനെ ഒരു പാവം പക്ഷിയെ കൂട്ടിലടച്ചു വെക്കാന്ന് പറഞ്ഞാൽ തൊട്ടും ശരിയല്ല. അച്ഛാ, ആ പീകോക്കിനെ നോക്കിയേ, കണ്ടിട്ട് പാവം തോന്നുന്നു. അച്ഛൻ അതിനെ തുറന്നു വിട്, അപ്പോ അത് ഡാൻസ് കളിക്കും. നിങ്ങൾ രണ്ടുപേരും എന്റെ എല്ലാ പണികളും വെള്ളത്തിലാക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? ചെന്ന് ജോലി നോക്ക്. ഇവിടെ ഞാൻ മഴ പെയ്പ്പിക്കും. മഴ പെയ്യുന്ന സന്തോഷത്തിൽ അത് ഉറപ്പായും ഡാൻസ് കളിക്കും. ഹായ്, വെള്ളം വീഴുന്നത് കണ്ടില്ലേ? കണ്ടില്ലേ? എന്ത് നല്ല കാലാവസ്ഥയാണല്ലേ? ഞാനൊരു മണ്ടനാണെന്നാണ് അവരുടെ വിചാരം. ഇവർക്ക് ഒരിക്കലും എന്റെ ഡാൻസ് കാണാൻ പറ്റില്ല. എത്ര നേരം പോവെന്ന് നോക്കാം. ഹേ പീകോക്ക്, നീ ഓടിക്കോ. അച്ഛൻ നിന്നെ കാണുന്നതിന് മുമ്പേ വേഗം ഓടിക്കോ. ഈ അമ്മയും മോളും വളരെ നല്ല ആൾക്കാരാണല്ലോ. റോബോ ബോയ്, ഇതെന്താ ഇവിടെ മൊത്തം ഇരുട്ടായത്? പ്ലീസ് വേഗം കറണ്ട് വരാൻ എന്തെങ്കിലും വഴി ഒപ്പിക്കേ. ആ, അതെ അതെ, വേഗം ചെയ്യണം കേട്ടോ. എനിക്ക് എന്റെ ഫേവറേറ്റ് കാർട്ടൂൺ കാണാനുള്ളതാ. ഏയ്, റോബോബോയോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? റോബോബോയ്, പ്ലീസ് ഞങ്ങളെ സഹായിക്കൂ. ഞാൻ എന്തെങ്കിലും ചെയ്യാവുന്നേ. അതുവരെ നിങ്ങൾ എല്ലാവരും വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് തന്നെ വെക്ക്, അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ ഇരുട്ടായി പോവും. നീ ആളുകളെ സഹായിക്കുവാനായി ഇവിടേക്ക് വന്നേ മതിയാകൂ. വന്നു കഴിഞ്ഞാൽ അപ്പൂപ്പ എല്ലായിടും നല്ല ഇരുട്ടാ. ഇത് എങ്ങനെയാ സംഭവിച്ചതെന്ന് എത്ര നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല. ഇതെല്ലാം ആ മാഡ് മാക്സിന്റെ പണി തന്നെയാണ്. ആദ്യം നാട് മുഴുവൻ കരണ്ട് വരുത്താനുള്ള വഴി നോക്കണം. അല്ലാത്ത പക്ഷം ഇരുട്ടിന്റെ മറവിൽ എല്ലാ വീടുകളിലും മോഷണം നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൂപ്പ പെട്ടെന്ന് മുകളിൽ കൂടെ ഒരു കറുപ്പുമേഘം പറന്നുപോയി. അപ്പോഴാ ഇങ്ങനെയല്ല ഇരുട്ടായത്. വരൂ, നമുക്ക് ലാബിൽ പോയി CCTV ചെക്ക് ചെയ്യാം. നമ്മുടെ CCTVയിൽ എങ്ങനെ അതിന്റെ ഇമേജ് പതിഞ്ഞിട്ടുണ്ടോന്ന് നോക്കാം. അതെ, വരൂ. നമ്മുടെ CCTVയിലെ റോബോട്ടിന്റെ ഇമേജ് തീർച്ചയായിട്ടും പതിഞ്ഞിട്ടുണ്ടാകും. വീർ, നീ ജിണ്ടുവിനെ വിളിക്ക്. അവനെ ഉപയോഗിച്ച് ഇവിടെ കുറച്ച് വെളിച്ചമെങ്കിലും വരുത്താവല്ലോ. ഗുഡ് ഐഡിയ.
എന്തു പറ്റി ഇംലി? വീർ എവിടെ പോയി? ഈ നാട്ടില് മുഴുവനും ഇരുട്ടാ. എല്ലാവരും ഭയങ്കര ടെൻഷനില്ല. എല്ലാ വീടിന്റെ മുകളിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ ഒരു ബൾബ് കൊണ്ടുവന്ന് വെക്കിച്ചുണ്ടു. ഞാൻ നക്ഷത്രത്തെ തന്നെ കൊണ്ടുവരാലോ. ബൾബൊക്കെ എന്തിനാ? അക്കടം പക്കടം ആലം ഫാലം ഇക്കടം തിക്കടം ദം ദമാദം. അച്ഛാ, ഒരു നക്ഷത്രം ദേ നമ്മുടെ വീടിന്റെ മുകളിലേക്ക് വരുന്നു. വരൂ. ചഡ്ഡാങ്കൾ എങ്ങോട്ടായി പോകുന്നേ? അതിന് മുകളിൽ കേറിയ പണി കിട്ടും. എനിക്ക് നക്ഷത്രങ്ങളുടെ മുകളിൽ കയറി നിന്ന് ചായ കുടിക്കാൻ വളരെ ആഗ്രഹമുണ്ട്. വണ്ടിയുടെ അമ്മ ചായ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സ്വന്തം സ്റ്റാറാ, മനസ്സിലായോ? ജിൻടു നീ എന്തൊക്കെയാ ചെയ്തത്? വീർ, ജിൻടു ഈ കാണിച്ചു വെച്ചതൊക്കെ കണ്ടോ? എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. നക്ഷത്രങ്ങൾ എങ്ങനെയാ താഴെ വന്നത്? കൊള്ളാവല്ലോ. ഇതെല്ലാം മുകളിലുള്ളവന്റെ ഓരോ അത്ഭുത പ്രവൃത്തികളാണ്. ഞാൻ വീട്ടിലോട്ട് പോട്ടെ. എന്റെ വീട്ടിന്റെ മുകളിൽ നക്ഷത്രങ്ങൾ കാണും.